വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും അറക്കുന്നതും പിടിക്കുന്നതുമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കും. ക്ഷമിക്കുക, ചിലപ്പോൾ കേൾക്കാൻ പറ്റിയില്ല എന്നും വരും. ആർ മാധവൻ, നയൻതാര, മീര ജാസ്മിൻ, സിദ്ധാർത്ഥ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ടെസ്റ്റിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. റിലീസായിരിക്കുന്നത് OTT-യിലാണ്. നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. S. ശശികാന്താണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹവും സുമൻ കുമാറും ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. സിനിമയുടെ പോസിറ്റീവ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും കിടക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, ശക്തിശ്രീ ഗോപാലൻ മ്യൂസിക് ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ അതിൻ്റെ ഒരു ടോട്ടൽ മ്യൂസിക് പ്ലസ് സൗണ്ട് സൈഡാണ് വളരെ നന്നായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ക്രിക്കറ്റ് കളി നമ്മൾ കാണുന്നുണ്ട്, പിന്നെ ഇവരുടെ വീടിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട്. ആകെ എനിക്കൊരു ഇടയ്ക്കൊരു കല്ലുകടി പോലെ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് ഭാഗത്തൊക്കെ നയൻതാരയുടെ ഡബ്ഡ് പോർഷൻസ് ഉണ്ടല്ലോ, അത് ആ സ്പോട്ടിൽ ഡബ് ചെയ്തിട്ട് അവർ ആംപ്ലിഫൈ ചെയ്യാൻ നോക്കിയതാണോ എന്താണെന്ന് അറിയില്ല. നയൻതാര സംസാരിക്കുന്ന അത്രയും പോർഷൻ, നയൻതാരയും മാധവൻ തമ്മിലുള്ള കോൺവെർസേഷനാണ്. അതിൽ നയൻതാരയുടെ മാത്രം സൗണ്ടിൽ എന്തോ അവർ ചെയ്തിരിക്കുന്ന പോലെ അതിനൊരു ക്ലാരിറ്റി കുറവുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിവിധ ഭാഷകളിലായിട്ടാണ് സിനിമ റിലീസായിരിക്കുന്നത്. സബ് ടൈറ്റിലുണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നമുക്ക് കൃത്യമായിട്ട് കാര്യമൊക്കെ മനസ്സിലാവും. എന്നാലും ആ സൗണ്ടിൽ ഒരു ചെറിയ ക്ലാരിറ്റി ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ എനിക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് പരിപാടികൾ ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഇതിലെ പാട്ടുകളാണെങ്കിലും രസമായിരുന്നു. ആ ഒരു ഫ്ലോയിൽ ഏകദേശം 2 മണിക്കൂറിന് മുകളിലുള്ളൊരു സിനിമയാണ്. അത്രയും സമയവും നമുക്ക് ഹെഡ്ഫോൺ എടുക്കാതെ വേറെ വഴിക്ക് പോകാതെ ഒക്കെ ഇരുന്ന് കാണാൻ തോന്നുന്ന ആ ഒരു ഫീൽ ഇതിൻ്റെ ഒരു മ്യൂസിക് സൈഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽസും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ക്രിക്കറ്റ് കാണുന്നുണ്ട്. സിദ്ധാർത്ഥ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരൻ. അയാളുടെ അവസാനത്തെ മാച്ചിലേക്ക് വന്നിരിക്കുകയാണ്. അയാളുടെ ഫോം ഔട്ട് ആവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അയാൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത്രയും വലിയൊരു മാനസിക സംഘർഷത്തിലൂടെ അയാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ ലാസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ആ മാച്ചിന് ഈ സിനിമയിലുടനീളം മാധവനും നയൻതാരയും അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ജീവിതത്തിനും ഇതുമായിട്ട് വലിയ കണക്ഷൻ ഉണ്ട്, വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി ബാലൻസ് ചെയ്ത് വളരെ നന്നായി ചെയ്തിട്ടുള്ള ഒരു വിഷ്വൽ സൈഡാണ്. ഇതിനകത്ത് എനിക്ക് ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ മാധവൻ്റെ അവർ ലൈറ്റ് വെച്ച് ചെയ്തിട്ടുള്ളൊരു സാധനമുണ്ട്. ഒരു തൂണിനെ മാത്രം നിർത്തിയിട്ട് എന്തൊരു സീംലെസ് ആയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ ലൈറ്റിങ്ങിൽ വരുന്ന ഒരു ഡിഫറൻസ്. ഞാൻ ആ പോർഷൻ എത്തിയപ്പോൾ നമ്മളിത് OTT-യിലാണല്ലോ കാണുന്നത്. തിയേറ്ററിലാണെങ്കിൽ നമുക്ക് കണ്ടിങ്ങനെ അയ്യോ വണ്ടർ അടിക്കാനേ പറ്റുള്ളൂ. പക്ഷേ OTT-യിൽ നമുക്ക് തിരിച്ച് പോയി കാണാമല്ലോ. ഞാൻ വീണ്ടും ബാക്ക് അതിലേക്ക് വന്നിട്ട് ആ സീനിങ്ങനെ നോക്കി, എന്തെങ്കിലും മിസ്സിങ് ഒന്നുമില്ല. അത്രയും സീംലെസ് ആയിട്ട് ആ കട്ട് വന്നിട്ടുണ്ട്. അത് അടിപൊളി പരിപാടിയായിരുന്നു. ആൻഡ് സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വിഷ്വലി അവർ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ആ പണിയുടെ റിസൾട്ട് സിനിമയിൽ കാണാനുമുണ്ട്. വിരാജ് സിംഗ് ഗോഹിലിൻ്റെ ക്യാമറയാണ്, TS സുരേഷിൻ്റെ എഡിറ്റിംഗ് ആണ്. മറ്റൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ പ്രകടനങ്ങൾ തന്നെയാണ്. മീര ജാസ്മിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ തൊട്ടുമുമ്പ് വന്നിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ആ തിരിച്ചുവരവിന് ശേഷം എന്ന പേരിൽ വന്നിട്ടുള്ള പല സിനിമകളും കണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സിനിമകളായിരുന്നു. കഥാപാത്ര നിർമ്മിതിയും വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലയിടങ്ങളിൽ മീര ജാസ്മിന് പുള്ളി ചെയ്യാൻ പറ്റാത്ത എന്തോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കി അലമ്പാക്കിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കുക അതിലെന്തെങ്കിലും വിരോധം തോന്നുകയാണെങ്കിൽ. പക്ഷേ അതിലുമൊക്കെ കുറച്ചും കൂടി മുകളിലേക്ക് പെർഫോം ചെയ്യാൻ മീര ജാസ്മിനിൽ ബാക്കിയുണ്ട് എന്ന് ഈ സിനിമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നയൻതാര വളരെ രസമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. രസമായിട്ട് നല്ല ഗംഭീരമായിട്ടെന്ന് തന്നെ പറയണം. ഒരു സ്നേഹമുള്ള ടീച്ചർ, അവർക്ക് ആ സ്നേഹം കുട്ടികളോട് തോന്നാനുള്ളൊരു കാരണം, പിന്നെ അടുത്ത സുഹൃത്തിൻ്റെ മകൻ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയും നയൻതാരയുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ വർക്ക് ആവുന്നതൊക്കെ വളരെ രസമായിട്ടാണ്. ആ കുട്ടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നയൻതാര ആ ഒരു സ്നേഹം കാണിക്കുന്നത്, പിന്നീട് നയൻതാരയുടെ ക്യാരക്ടറിൽ വരുന്ന കുറച്ച് ചേഞ്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറഞ്ഞ് പുകഴ്ത്തണം എന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരു സാധനമുണ്ട്, പക്ഷേ അത് സ്പോയിലറായി പോകും എന്നുള്ളതുകൊണ്ടാണ് പറയാത്തത്. കിട്ടിയ വേഷം നയൻതാര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് മാധവൻ, അങ്ങേരാണ് ഈ സിനിമയുടെ ഒരു ജീവനാഡി എന്ന് പറയേണ്ടത് എന്നെനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാരണം സിനിമയുടെ തുടക്കത്തിലാണെങ്കിലും ആ ഒരു മാധവൻ തിങ്സ് ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ആ ഒരു സാധനം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോയി. പിന്നീട് അങ്ങോട്ട് പുള്ളിയുടെ ക്യാരക്ടറിൽ വരുന്ന ഷിഫ്റ്റുകളാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു പൈശാചിക സാധനത്തിലേക്കൊക്കെ എന്താണെന്ന് പറയുക, ഒരു സ്വിച്ച് ഇടുന്ന പോലെയാണ് ഈ മനുഷ്യൻ മാറുന്നത്. അതതിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് മാൻ. അവർ ലൈറ്റും വിഷ്വൽ കുറേ കാര്യങ്ങളും മ്യൂസിക്കും വെച്ചൊക്കെ അതിനെ എൻഹാൻസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പോലും അങ്ങേരുടെ പെർഫോമൻസ് മാത്രം വെച്ചിട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. അത്രയും രസമായിട്ട് അങ്ങേര് ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഒക്കെ. പിന്നെ ഇയാളുടെ ഡയലോഗ്സിലൂടെ പറയുന്ന കുറേ പൊളിറ്റിക്സ് ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. പിന്നെ പറയേണ്ടത് സിദ്ധാർത്ഥിൻ്റെ പ്രകടനമാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ വളരെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ എല്ലാവരും കേട്ടോ, ഈ സിനിമയിലെ പോലീസുകാർ, ഇവരുടെ സുഹൃത്തുക്കൾ, കാശ് കടം കൊടുക്കുന്ന, നമ്മൾ മുൻപ് പല സിനിമകളിലും കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ തന്നെയാണ്. അവരൊക്കെയും ഗംഭീരമായിട്ട് തന്നെ അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വലിയ പോസിറ്റീവ് സിനിമ മുന്നോട്ട് വെക്കുന്ന കുറേ ചോദ്യങ്ങളാണ്. ഒരുത്തൻ ഒരു പന്തെറിയുന്നു, വേറൊരുത്തൻ ഒരു മരക്കഷ്ണം കൊണ്ട് അത് തട്ടിക്കളയുന്നു. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്രായിരം കോടികൾ മുടക്കുമ്പോൾ ഈ നാട് നന്നാവണമെന്ന് വിചാരിച്ച് സ്വന്തം ജീവിതം പോലും മാറ്റി നിർത്തുന്ന എനിക്ക് ഇവിടെ എന്താണ് കിട്ടുന്നത് എന്ന് പറയുന്നൊരു ചോദ്യം ചോദിക്കാൻ
സംസാരിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സാധനം, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കാതെ ഇതിനു വേണ്ടി മാത്രം നയിച്ചുണ്ടാക്കിയതാടാ എന്ന് പറയുന്ന പോലത്തെ ഒരു ഡയലോഗ് തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ എലമെൻറ്റുകളുണ്ട്. ആ ഡയലോഗ്സ് ഒക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ആവുന്ന ഒരു പൊളിറ്റിക്കൽ സാധനമുണ്ട്, അതും വളരെ രസമായിട്ട് തോന്നി. ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ നന്നായി തന്നെ വരുന്നു. സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സിലേക്ക് സിനിമ ലാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ഒരു മിസ്സിങ് ഫാക്ടർ ഫീൽ ചെയ്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചിലപ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമായിരിക്കും. ഈ നയൻതാര മാധവൻ അവരുടെ ഒരു റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു പരിപാടിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ലോണം വർക്കായ പോർഷൻസും അവരുടെ ആയിരുന്നു. ആ പോർഷനിൽ നിന്ന് വന്ന് നമ്മൾ നേരെ സിദ്ധാർത്ഥ് ആൻഡ് മീര ജാസ്മിനിലേക്ക് വരുമ്പോൾ ആ ഒരു ഇമോഷണൽ കണക്റ്റ് കിട്ടുന്നില്ല. അതായത് അയാളാ ജീവിക്കുന്നത്, അയാളാ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, അതിനോടൊക്കെ നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ തോന്നുന്ന ആ ഒരു ലെവലിലേക്ക് അത് എത്തിയില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ സിനിമയിൽ ഉടനീളം ഈ സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്കുണ്ടാവേണ്ടുന്ന ഒരു സംഭവമുണ്ട്. ഈ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ചില ഷിഫ്റ്റുകൾ നമ്മളെ അഫക്റ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതങ്ങനെ അങ്ങോട്ട് സെറ്റായിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, രസമുള്ള ഒരു പടം നമ്മളങ്ങനെ കണ്ടു തീർത്തു. നമ്മൾ OTT ഇരുന്നല്ലേ കണ്ടത്, നമ്മുടെ സൗകര്യത്തിനിരുന്നല്ലേ കണ്ടത്. പൈസ കൊടുത്തൊരു തിയേറ്ററിൽ പോയി സമയവും പണവും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ കണ്ടു തീർത്തൊരു പടമല്ലല്ലോ. ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനത് തിയേറ്ററിലായിരുന്നു കാണുന്നതെങ്കിൽ എനിക്ക് സിദ്ധാർത്ഥിൻ്റെ ആ ഒരു ക്യാരക്ടർ, സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പെർഫോമർ അല്ല പറയുന്നത്, ആ ക്യാരക്ടർ സൈഡ് അത് കുറേയും കൂടി കാര്യം അതിൽ ഒരുപാട് നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. സിനിമയുടെ തുടക്കത്തിൽ സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഞാനൊരു ഭടനാണ്, ഞാനൊരു സോൾജിയറാണ്, ഞാൻ രാജ്യത്തിന് വേണ്ടി പോരാടും എന്നുള്ള ഒരു ആംഗിൾ ഉണ്ട്. എന്നാൽ അതേസമയം എൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോരാടുന്നുണ്ട്. ഞാൻ പുറത്ത് പറയുന്നതാണോ എൻ്റെ ഉള്ളിലുള്ളതാണോ എന്ന് പറയുന്ന അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ. അതേ ചോദ്യങ്ങൾ തന്നെയാണ് മാധവൻ്റെ ഒരു ക്യാരക്ടറിലും റിഫ്ലക്റ്റ് ആകുന്നത്. അയാൾ പുറത്ത് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു സാധനമുണ്ട്, പക്ഷേ അൾട്ടിമേറ്റ്ലി അയാൾ എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. വളരെ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഓണസ്റ്റായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുന്നത്. പക്ഷേ എനിക്കതിൽ ന്യായീകരിക്കാൻ പറ്റാത്തതുപോലെ തോന്നി സംഭവിച്ച കാര്യങ്ങളും ഒക്കെ. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ആശയപരമായും അതുപോലെ ഇമോഷണലി കണക്റ്റ് ആവാത്ത ഒരു സൈഡും കൂടി. സിനിമ 2 പോർഷൻസ് ആണ്, എന്ന് വെച്ചാൽ 2 ഭാഗമായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം. മാധവൻ ആൻഡ് നയൻതാരയും മീര ജാസ്മിൻ ആൻഡ് സിദ്ധാർത്ഥും. അതിൽ ഈ പോർഷൻ എനിക്ക് അത്ര അങ്ങോട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. യോജിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് പൊളിറ്റിക്കലി പറയുകയാണെങ്കിലും എനിക്ക് അങ്ങോട്ട് ഒരു തൃപ്തിയായിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി. കണ്ടതിൻ്റെ പേരിൽ ഒരു നിരാശയും സമ്മാനിക്കാത്ത, നല്ല പ്രകടനങ്ങൾ കാണാൻ പറ്റുന്ന, നേരത്തെ പറഞ്ഞ ലൈറ്റിൻ്റെ പരിപാടികളൊക്കെ കണ്ടപ്പോൾ കൊള്ളാലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലൊക്കെ തന്നിട്ടുള്ള ഒരു നല്ല പടമാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി രേഖപ്പെടുത്തുകയാണെങ്കിൽ സിനിമ കാണണോ വേണ്ടി ഒന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആളുകൾക്ക് സിനിമ കാണാം എന്ന് പറയുന്നൊരു തോന്നലുണ്ടാക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാരണമായേക്കും. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.